പോർമുഖങ്ങളിൽ കോൺഗ്രസ് എയ്തുവിടുന്ന തീയമ്പാണ് കെ മുരളീധരൻ. തൃശ്ശൂരിലായാലും വടകരയായാലും വട്ടിയൂർക്കാവിലായാലും പോരിന് മുരളി തയ്യാറുമാണ്. കുതിച്ചും കിതച്ചും കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട ചരിത്രമെഴുതിയ വ്യക്തി കെ മുരളീധരൻ ഒരിക്കൽ കൂടി സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് പാർട്ടിയും നാടും കാത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ലീഡറായ കെ കരുണാകരൻ്റെ മകന് രാഷ്ട്രീയവും ഭരണവുമൊക്കെ കുട്ടിക്കാലം മുതൽ പരിചിതം. നേതാക്കളുമായി അടുത്ത ചങ്ങാത്തം. വട്ടിയൂർക്കാവിലെ വർത്തമാന വിജയം ജീവിതത്തിലെ നിർണായക വഴിത്തിരിവാണെന്ന് പറയാം. മുരളീധരൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അവസാന വണ്ടിയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും അടിയൊഴുക്കുകളെയും അതിജീവിച്ച് ത്രികോണപ്പോരിൽ വിജയം കൊയ്ത കെ മുരളീധരൻ ആരോഗ്യവകുപ്പിൻ്റെ അമരക്കാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മന്ത്രിപദത്തിൽ ഇത് രണ്ടാം ഊഴം. താളം തെറ്റിപ്പാഞ്ഞിരുന്ന സിസ്റ്റം ഇനി പുതുവേഗം നേടുമെന്ന് ഉറപ്പിക്കാം. 1957 മെയ് 14 തൃശ്ശൂരിൽ ജനിച്ച മുരളീധരന് ജീവിതത്തിൻ്റെ ഈ മെയ് മാസക്കാലത്ത് പുതിയ കിരീടം. വാക്കിലും പ്രവൃത്തിയിലും പൂരനഗരിയുടെ പ്രൗഢി പേറുന്ന കെ എം പക്ഷേ കോഴിക്കോട്ടുകാരനും തിരുവനന്തപുരത്തുകാരനുമെല്ലാം പ്രിയങ്കരനാണ്. തൃശൂർ പൂങ്കുന്നം ഹൈസ്കൂളിലും തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നാണ് നിയമബിരുദം നേടിയത്. കോഴിക്കോട് എഞ്ചിൻ ഓയിൽ ബിസിനസ് നടത്തിയിരുന്ന മുരളീധരൻ സേവാദളിലൂടെയാണ് പാർട്ടിയിലേക്കെത്തുന്നത്. മകൻ്റെ പാർട്ടി പ്രവേശം പാർട്ടിയിൽ അതൃപ്തികൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ മകൻ പിന്നെ പാർട്ടിയിൽ സ്വന്തം മേൽവിലാസം എഴുതിച്ചേർത്തു. 1989 കോഴിക്കോട് നിന്ന് ആദ്യ വിജയം ലോക്സഭയിലേക്കാണ്. 91 വീണ്ടും വിജയിച്ചെങ്കിലും 96 കോഴിക്കോട്ടുകാരും 98 തൃശ്ശൂർക്കാരും കൈവിട്ടു. അതുകൊണ്ടൊന്നും മുരളീധരൻ തളർന്നില്ല. KPCC പ്രസിഡന്റായി നിയമിതനായ മുരളീധരൻ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായെങ്കിലും വടക്കാഞ്ചേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. കെ കരുണാകരനും അനുയായികളും കോൺഗ്രസുമായി കലഹിച്ച് DICയുമായി പുറത്തുപോയ വിവാദങ്ങൾക്കിടെ മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. 2006 DIC കോൺഗ്രസുമായി ധാരണയിലെത്തി. കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നപ്പോഴും മുരളി NCPക്കാരനായി മാറി നടന്നു. കൊടുവള്ളിയിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. 2009 വയനാട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും തോൽവിയായിരുന്നു. 2011 ഫെബ്രുവരിയിൽ തറവാട്ടിലേക്ക് തിരിച്ചു വന്ന മുരളീധരൻ 2011 16 വട്ടിയൂർക്കാവിൽ വിജയക്കൊടി നാട്ടി. 2019 വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 പക്ഷേ നേമത്ത് തോൽവി. തോറ്റാലും ജയിച്ചാലും പാർട്ടിയിലും പുറത്തും കേൾവിക്കാരുണ്ട്. നിലപാടുകൾക്കൊപ്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ സഹോദരി പത്മജ പോലും ശത്രുപക്ഷത്തായി. ജ്യോതിയാണ് ഭാര്യ. ശബരീഷ്, അരുൺ എന്നിവർ മക്കളാണ്. ഏത് പ്രതിസന്ധിയിലും പ്രത്യാശ കൈവിടാത്ത ഈ നേതാവ് അച്ഛനേക്കാൾ വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച വിജയം നേടിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാവാതെ അന്തിച്ചു നിന്ന ഘട്ടത്തിലും മുരളീധരൻ്റെ വാക്കുകൾക്ക് ഡൽഹിയിൽ വിലയുണ്ടായി. പറയേണ്ടത് മുരളീധരൻ പറയുക തന്നെ ചെയ്തുവെന്ന് അടുപ്പക്കാർക്കറിയാം. പൊതുപ്രവർത്തനത്തിൽ ഇക്കാലം അത്രയും നേടിയ തിരിച്ചറിവുകളും തൊട്ടറിവുകളും പുതിയ ദൗത്യത്തിൽ തിളക്കമേറ്റുമെന്ന് ഉറപ്പ്.